നിങ്ങളുടെ വീട്ടിൽ ശംഖുപുഷ്പം സ്വയം പൂവിട്ടതുണ്ടോ? അങ്ങനെയെങ്കിൽ അത് ദൈവം നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നുവെന്നതിന്റെ ദൈവിക അടയാളമാണ്. ഈ പൂവ് പൂക്കുന്നത് കാണുമ്പോൾ പലർക്കും അതൊരു പ്രകൃതി പ്രതിഭാസമാവാം. പക്ഷേ ശിവഭഗവാനോട് ചേർന്നിരിക്കുന്ന ഈ ദിവ്യപുഷ്പം വീട്ടിൽ സ്വയം തളിർക്കുന്നുവെന്ന് അതോർക്കുമ്പോൾ അതൊരു ദർശനമാണ്. ശിവൻ തന്നെയാണ് ആ വീട്ടിൽ തന്റെ ശാന്തമായ കാനനം സൃഷ്ടിക്കുന്നത്. ഇവിടെ നിന്ന് ആരംഭിക്കുന്നു ഭാഗ്യത്തിന്റെ പുതിയ അധ്യായം. ഇത് പൂവല്ല, ഇത് ശിവന്റെ ചിന്തയുടെ തുടക്കം. ഭാരതീയ പാരമ്പര്യത്തിൽ ഇത് ഒരു തപസ്സിന് അനുയോജ്യമായ ദൈവിക പുഷ്പമാണ്. ഭഗവാൻ ശിവന് ഇഷ്ടമുള്ള പുഷ്പങ്ങളിൽ ഒന്നാണ് ശംഖുപുഷ്പം. ശിവലിംഗത്തിൽ ഈ പൂവിനാൽ അഭിഷേകം ചെയ്താൽ ദോഷങ്ങൾ നീങ്ങും, മനസ്സിന് ആഴത്തിലുള്ള ശാന്തി വരും, കുലദോഷങ്ങൾ വരെ പരിഹരിക്കപ്പെടും. ശംഖുപുഷ്പം വീട് ചുറ്റുപറ്റി സ്വാഭാവികമായി വളരുകയും അതിൽ പടർന്നു പൂവ് തളിർക്കുകയും ചെയ്യുന്നുവെങ്കിൽ അത് മഹാദേവന്റെ കൃപ ആ വീട്ടിൽ വീണുവെന്ന് ഭക്തർ ഉറച്ചു വിശ്വസിക്കുന്നു. ഇത് ജ്ഞാനത്തിന്റെയും പ്രകാശത്തിന്റെയും പുഷ്പമാണ്. അതുകൊണ്ടാണ് ഈ പൂവ് ഉള്ള വീടുകളിൽ പഠനക്ഷമതയും മനസ്സിലെ ഊർജവും ഉയരുന്നത്, ധാർമ്മികതയും ആന്തരിക വിശുദ്ധിയും വർദ്ധിക്കുന്നത്. ഈ ദിവ്യപുഷ്പത്തിന് 3 പ്രധാന വർണ്ണങ്ങളിൽ രൂപഭേദം കാണാം. നീല ശംഖുപുഷ്പം, ശിവന്റെ കൃത്യമായ അനുഗ്രഹം അടങ്ങിയ പുഷ്പം. വെള്ള ശംഖുപുഷ്പം, ദേവിമാരുടെ പ്രത്യേകിച്ച് ഭഗവതിയുടെ കൃപ. കറുപ്പ് ശംഖുപുഷ്പം, അപൂർവവും താന്ത്രിക ശക്തിയുള്ളതും. നീല പൂവ് പൂവിടുമ്പോൾ അതൊരു ജീവിതം മാറുന്ന കാലഘട്ടത്തിന്റെ ആരംഭമാകുന്നു. ദൈവം നിങ്ങളുടെ വാതിലിൽ പതിയാറായിരിക്കുന്നു. അതാണ് ഈ പൂവ് കാണിക്കുന്നത്. ശംഖുപുഷ്പം പൂവിട്ടിരിക്കുന്ന വീടുകളിൽ ഒരു സവിശേഷത കാണാം. അവിടെ ഒരാൾ ഉണ്ടാകും. ശാന്തനും ശ്രദ്ധയുള്ളവനുമാണ്. അവന്റെ സാന്നിധ്യം പോലും ചുറ്റുപാടിനെ ശാന്തമാക്കും. വാക്കുകൾ കുറവായിരിക്കും, പക്ഷേ അതിന്റെ താളത്തിൽ ദൈവം സംസാരിക്കുന്നു. അവൻ ശിവഭക്തനായിരിക്കും. അഗ്നി പോലെ ഉള്ളിൽ ജ്വലിച്ചുകൊണ്ട് പുറത്തേക്ക് കുളിർപകരുന്ന ഒരാൾ. ശംഖുപുഷ്പം അതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഈ വ്യക്തി വീട്ടിലുണ്ടെങ്കിൽ ആ കുടുംബം മുന്നേറും, കാരണം അവൻ ദൈവം അയച്ച ദൂതനാണ്. ഈ പൂവ് വീട്ടിൽ പൂവിടുമ്പോൾ ആ വീടിന്റെ വാസ്തു വൈബ്രേഷൻ അസ്ഥിരതയിൽ നിന്ന് സ്ഥിരതയിലേക്ക് മാറുന്നു. ശംഖുപുഷ്പം അതിന്റെ ചെറുതായ ശബ്ദത്തിൽ വരെ ദൈവാനുഗ്രഹം കൊണ്ട് നടക്കുന്നു. ഇത് കാണുന്നവരുടെ ജീവിതത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മാറ്റങ്ങൾ: വിശ്വാസം ശക്തമാവും, സാമ്പത്തിക ക്ഷാമങ്ങൾ കുറയും, കുട്ടികളുടെ പഠനശേഷി ഉയരും, കുടുംബത്തെ ചുറ്റി ഒരു ദിവ്യവലയം ഉണ്ടാകും. വൈദിക സംസ്കാരത്തിൽ ശംഖുപുഷ്പം മനോശാസ്ത്രപരമായി സമാധാനപ്രദായിനി എന്നാണ്. ഇതിന്റെ നിറം നീല ആത്മീയതയും ശാന്തിയും സൂചിപ്പിക്കുന്നു. ഇത് കാണുന്ന മനസ്സിന് ഉല്ലാസം, ടെൻഷൻ കുറവാകുന്നു. ശാസ്ത്രപരമായി ശംഖുപുഷ്പം ഗുണമുള്ളതാണെന്നും അത് വീടിന്റെ സമാധാനം വളർത്തുന്നുണ്ടെന്നും ആധുനിക ശാസ്ത്രം പറയുന്നു. പലരും ഈ പൂവ് വീട്ടിലുണ്ടാകുമ്പോൾ അത് പിഴുതെറിയാറാണ് പതിവ്. പക്ഷെ അത് വലിച്ചു മാറ്റാൻ പാടില്ല. അതിനെ ആദരിക്കണം, കാരണം അത് ഒരു ദൈവത്തിന്റെ സന്ദേശമാണ്. ഇത് ചെയ്യരുത്. പൂവ് പൊട്ടിക്കരുത്, അതിന്റെ വേരുകൾ നശിപ്പിക്കരുത്, ആ ചെടിയുടെ ചുറ്റും മലിനതയുണ്ടാകരുത്. ചെയ്യേണ്ടത്: പൂവിന് വെള്ളം കൊടുക്കുക, ചുറ്റുപാട് ശുദ്ധമായി സൂക്ഷിക്കുക, പതിവായി ശിവഭഗവാന്റെ സ്തുതി പാരായണം ചെയ്യുക, പൂവ് വീണാൽ ശിവലിംഗത്തിൽ സമർപ്പിക്കുക. ഇത് വളരെ ലളിതമാണ്. ഒരു ചെറു കളിമണ്ണ് പാത്രമെടുത്ത് ശംഖുപുഷ്പത്തിന്റെ വിത്ത് നട്ട് ശിവനെയും പൂജിച്ച ശേഷം അതിന് ജലം പകരുക. ആദിത്യഹൃദയം അല്ലെങ്കിൽ ശിവമന്ത്രം ചൊല്ലുക. ഈ പൂവ് വിതച്ച് വളർത്തുമ്പോൾ വീട്ടിൽ ശിവത്വം വളരുന്നുവെന്ന് വിശ്വാസം. ഇത് ശരീരത്തിലും മനസ്സിലും തന്നെ വലിയ മാറ്റം കാണിക്കും. ഈ പൂവിന് അല്ലെങ്കിൽ അതിന്റെ പാനീയത്തിൽ വരെ ഔഷധഗുണമുണ്ടെന്നാണ് ആധുനിക ശാസ്ത്രം പറയുന്നത്. അതിന്റെ ചായ ഉപയോഗിച്ച് മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും ആലോചനശേഷി വർദ്ധിപ്പിക്കാനും കഴിയും. അതുകൊണ്ടാണ് പുരാതന ഋഷിമാർ ധ്യാനത്തിനും ജപത്തിനും ഈ പൂവിന്റെ മാലകൾ ഉപയോഗിച്ചത്. ശംഖുപുഷ്പം കൊണ്ട് ശക്തിയും താന്ത്രികതയും നേടാമോ? ഇതൊരു വ്യാജവിശ്വാസമല്ല. തന്ത്രങ്ങളിൽ ഈ പൂവ് വളരെ പ്രധാനപ്പെട്ടതാണ്. ശിവഭഗവാനെ ആവാഹനം ചെയ്യാനുള്ള ചില പ്രത്യേക തന്ത്രകാർമ്മിക പൂജകളിൽ ഈ പൂവ് ഉപയോക്താക്കൾക്ക് ശക്തമായ മനഃശക്തി നൽകുന്നു. പക്ഷേ അതിന് ആവശ്യമുള്ളത് ശുദ്ധതയും പ്രാർത്ഥനയും മാത്രമാണ്. ഭ്രാന്തമായ ലാഭം തേടി ഇത് ഉപയോഗിക്കരുത്. ഇത് ഉപയോഗിക്കേണ്ടത് ശിവനെ അനുഭവിക്കാനാണ്, സ്വാർത്ഥം നേടിയെടുക്കാനല്ല. വീട്ടിൽ ശംഖുപുഷ്പം വരാനായി ചെയ്യേണ്ടത്:
അതിനായി വലിയ താന്ത്രികമൊന്നും വേണ്ട, വലിയ യജ്ഞങ്ങളും വലിയ വഴിപാടുകളും വേണ്ട. പകരം ചെയ്യേണ്ടത് വളരെ ലളിതം, ശുദ്ധമനസ്സും ഭക്തിയും മാത്രം. ഓരോ ദിവസവും ഭഗവാൻ ശിവനെ സ്മരിക്കുക. സന്ധ്യാകാലങ്ങളിൽ ദീപം കൊളുത്തി ഹൃദയത്തിൽ ശിവനെ വിളിച്ചു പ്രാർത്ഥിക്കുക. എളുപ്പം ലഭിക്കുന്ന ശംഖുപുഷ്പം ചെടി നട്ടുവളർത്തുക. പൂവുകൾ വീണാലോ അതെല്ലാം ശിവലിംഗത്തിൽ സമർപ്പിക്കുക. വീട്ടിൽ ശുദ്ധതയും നല്ല ഊർജവും നിലനിർത്താൻ ശ്രമിക്കുക. ഇതെല്ലാം ചെയ്താൽ ഈ പൂ മാത്രമല്ല നിങ്ങളുടെ വീട്ടിൽ വരിക, ഭഗവാൻ ശ്രീമഹാദേവൻ തന്നെ ആ വാതിലുകൾ കടന്ന് നിങ്ങൾക്കൊപ്പമാകും.